എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ബജാജ് പൾസർ 150യുടെ സ്പ്ലിറ്റ് സീറ്റ് ഡ്യുവൽ ഡിസ്ക് വരുന്ന ABS ബ്രേക്കിംഗ് വരുന്ന മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഈ വാഹനത്തിൻ്റെ റിവ്യൂ ഓൾറെഡി ഈ വർഷം തന്നെ നമ്മൾ ചെയ്തതാണ്. പക്ഷേ കമ്പനി പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് ഏകദേശം 9 അപ്ഡേറ്റ്സ് കൂടി ചെയ്തിട്ട് പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാതെ മറ്റൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഈ വാഹനം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മേജറായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്. അതെ, ഈ വാഹനത്തിൻ്റെ ബോഡി സ്റ്റിക്കറിലാണ് കൂടുതലും അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. ബോഡി സ്റ്റിക്കർ ഫുള്ള് മാറിയിട്ടുണ്ട്. കൂടാതെ കുറച്ച് അധികം സ്ഥലങ്ങളിൽ ബോഡി ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ റിയർ സൈഡിൽ ബ്രേക്കിംഗ്, അതുകൂടാതെ കുറച്ച് ഫോർക്ക്, അതായത് നമ്മുടെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് മാറി കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുകൂടാതെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് മെമ്പറായി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൺവൈസർ വരുന്നത്. ഇത് കൺവെൻഷനായിട്ട് ആ പഴയ മോഡൽ സൺവൈസർ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ അതിൻ്റെ സൺവൈസറിന് തൊട്ട് താഴെ വരുന്ന പീസിൽ ഒരു അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. റെഡിൻ്റെയും കാർബൺ ഫൈബറിൻ്റെയും മിക്സ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് ആണ് ഇപ്രാവശ്യം വരുന്നത്. ഇൻഡിക്കേറ്റർ സെയിം ടു സെയിം ഹാലജൻ ബൾബ് യൂസ് ഉള്ള. ഇനി നമുക്ക് ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ. പാർക്ക് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം ടു സെയിം നമ്മുടെ 2001 തൊട്ട് വരുന്ന ആ സെയിം ടു സെയിം പാർക്ക് ലൈറ്റ്, അതായത് ഹാലജൻ ബൾബ് യൂസ് ഉള്ള പാർക്ക് ലൈറ്റ് ആണ് ഇപ്പോഴും വരുന്നത്. ഹെഡ്ലൈറ്റും സെയിം തന്നെയാണ്. ബൾബുകൾ വരുന്നത് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള വലിപ്പമുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് കാർബൺ ഫൈബറിൻ്റെ ഒരു ബോഡി ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വർക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. റിയർ സൈഡ് വരുമ്പോൾ അത് മാറ്റ് ബ്ലാക്ക് ആയിട്ട് കുറയുന്നതാണ്. പിന്നെ ഫ്രണ്ട് ഷോക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ്റെ വീതി കൂടിയിട്ടുണ്ട്. 37 mm ഡയമീറ്ററുള്ള വീതിയുള്ള ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമുള്ള നല്ല അടിപൊളി സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ട്യൂബ്ലെസ് ടയർസ് ലഭിക്കുന്നുണ്ട്, അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. അത് കൂടാതെ ABS ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ വിഡ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 280 mm ഡിസ്ക് ബ്രേക്കാണ് ലഭിക്കുന്നത്. ബൈബ്രിയുടെ ഡ്യുവൽ പിസ്റ്റൺ വരുന്ന കാലിപ്പറും ABSൻ്റെ സെപ്പറേറ്റ് റിങ്ങും കാലിപ്പറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷോക്കപ്പിൻ്റെ സൈഡിലായിട്ട് റിഫ്ലക്ടർ കമ്പനി നൽകിയിട്ടുണ്ട്. അലോയ് വീലിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് അഡീഷണൽ ആയിട്ടൊരു ഗ്രാഫിക്സും ഒരു സ്റ്റിക്കർ വർക്ക് കൂടി അലോയ് വീലിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കൂടെ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയുടെ അലോയ് വീൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അലോയ് വീലിൻ്റെ ഭംഗി. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിപ്പമുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള നമ്മുടെ ഫ്യൂൾ ടാങ്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അത്യാവശ്യം നല്ല വലിയ പറയുകയാണെങ്കിൽ ടാങ്ക് തന്നെയാണ് കേട്ടോ. 15 ലിറ്ററാണ് ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 2 ലിറ്റർ ഫ്യൂല് നമുക്ക് എന്തായാലും മിനിമം സ്റ്റോറേജ് ആയിട്ട് കരുതണം. ഫ്യൂൾ ടാങ്കിൻ്റെ പൾസറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ലാസ്റ്റ് മോഡലിൽ അത് ക്രോം കളറായിരുന്നു, ഇപ്പോൾ സിൽവർ കളറാണ്. ഫ്യൂൾ ടാങ്കിൽ നല്ല വലിപ്പമുള്ളത് ഫ്യൂൾ ടാങ്കും അതുപോലെ തന്നെ ടാങ്ക് കവളും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള നിയോൺ കളറും റെഡ് നിയോൺ കളറും അതുകൂടാതെ നമ്മുടെ കാർബൺ ഫൈബറിനോട് മിക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. ഇപ്പോഴും E20 ഫ്യൂൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള BS6 ടേംസിലുള്ള ഫ്യൂൽ സിസ്റ്റമാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാൻഡിൽ ഗ്രിപ്സ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. സ്വിച്ചസ് 2 സൈഡിലെ സ്വിച്ചസും കമ്പനി മാറ്റിയിട്ടുണ്ട്. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിച്ചസ് നമ്മുടെ NS200 പുതിയ മോഡൽ അല്ലെങ്കിൽ NS160 വരുന്ന സ്വിച്ചാണ്. ഇടത്തെ സൈഡിൽ സ്വിച്ചിൽ നമുക്ക് പാസ് ബട്ടണും ഡിം ബ്രൈറ്റും ഒരുമിച്ച് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡിജിറ്റൽ മീറ്റർ കൺട്രോൾ ചെയ്യാനാണ്. അതിൻ്റെ താഴെ ഇൻഡിക്കേറ്ററിൻ്റെയും ഹോണിൻ്റെയും സ്വിച്ചസ് വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ, വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സ്വിച്ചസാണ് ലഭിക്കുന്നത്. ഒന്ന് എഞ്ചിൻ കിൽ സ്വിച്ച്, എഞ്ചിൻ ഓൺ ഓഫ് ഉള്ള സ്വിച്ച് വരും. പിന്നെ സെൽഫ് സ്റ്റാർട്ടിനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കീ ആ പഴയ കീ തന്നെയാണ്. 2001 തൊട്ട് നമുക്ക് ലഭിക്കുന്ന ആ സെയിം ടു സെയിം കീ തന്നെയാണ് ഇപ്പോഴും ഈ 2024 പുതിയ അപ്ഡേറ്റ് വന്ന മോഡൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിന് മുന്നേ വരുന്ന മോഡലിനേക്കാളും വ്യത്യാസമായിട്ടുള്ള ഫുൾ ഡിജിറ്റൽ വരുന്ന ഒരു അടിപൊളി ഫുൾ ഡിജിറ്റൽ മീറ്റർ തന്നെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അതിന് USB ചാർജ് ചെയ്യാനുള്ള, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള USB കേബിൾ കുത്താനുള്ള ഓപ്ഷനും ഈ പുതിയ മോഡൽ മീറ്ററിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ മോഡൽ മീറ്റർ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ബ്ലൂടൂത്ത് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ഫോണിൽ ബജാജിൻ്റെ ആപ്പും ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ എന്താ പറയുക, വണ്ടി ഉടമസ്ഥനായിരിക്കണം. ആ ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും വെച്ച് ആണ് നമ്മളിതായിട്ട് കണക്ട് ചെയ്യുന്നത്. LED നോട്ടിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ന്യൂട്രൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ്, ABS വാർണിംഗ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ എല്ലാം തന്നെ LED ലൈറ്റ്സ് ആയിട്ട് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ മോഡിൻ്റെ സ്വിച്ച്, ആ സ്വിച്ച് ഞെക്കിയാലാണ് കുറച്ച് ഐറ്റംസ് നമുക്ക് കാണും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ മോഡൽ നമ്പർ കാണിക്കും. ഇത് ബ്ലൂടൂത്ത് പെയറാനുള്ളതാണ്. അതിൻ്റെ താഴെ IFE DT. IFE എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി. DT എന്ന് പറഞ്ഞാൽ
ഡിസ്റ്റൻസ് ടു empty. AF എന്ന് പറഞ്ഞാൽ ആവറേജ് ഫ്യൂൽ എക്കോണമി, ട്രിപ്പ് 1, ട്രിപ്പ് 2. പിന്നെ വാർണിങ്സ് എന്തെങ്കിലും കത്തിക്കിടക്കണമെങ്കിൽ അതെന്താണെന്ന് നോക്കാം. അതുകൂടാതെ സെറ്റിങ്സ് ഓൾട്ടർ ചെയ്യാനുള്ളത് ഓപ്ഷനും നമ്മളുടെ ഈ ഡിജിറ്റൽ മീറ്ററിൽ വരുന്നുണ്ട്. ഈ മീറ്ററിന് ചുറ്റുമായിട്ട് നല്ല കാർബൺ ഫൈബറിൻ്റെ ഫുൾ കവറിങ് വരുന്നുണ്ട്. ഇതിന് മുന്നത്തെ മോഡൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് സാധാരണ അവിടെ ആളുകൾ നമ്മുടെ കോട്ടൺ വേസ്റ്റ് എല്ലാം കയറ്റി വെക്കാറാണ് പതിവ്. ഇതാണ് സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന സീറ്റ്. സ്പ്ലിറ്റ് സീറ്റിൻ്റെ സെക്കൻഡ്, അതായത് പിലിയനിരിക്കുന്ന സീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ആ കട്ടിങ് എല്ലാം കുറച്ചുകൂടി ഷാർപ്പായിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളതും റിജിഡ് ആയിട്ടുള്ളൊരു അടിപൊളി കുഷനിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇരിക്കാൻ നല്ല സ്മൂത്താണ്. റിയർ ഗ്രാബ് റെയിൽ ഡ്യുവൽ ഡിസ്ക് വരുന്ന മോഡലിൽ ഇതുപോലെ 180 പോലത്തെ ഗ്രാബ് റെയിൽസാണ് നമുക്ക് ലഭിക്കുന്നത്. സീറ്റ് കവിളിലും ഈ സെയിം ടു സെയിം ഫ്രണ്ടിലുള്ള സെയിം ബോഡി ഗ്രാഫിക്സ് നമുക്ക് സീറ്റ് കവിളിലും താഴെ ലഭിക്കുന്നുണ്ട്. കമ്പനി പ്രൊവൈഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. എഞ്ചിൻ കവിളും വരുന്നുണ്ട്. എഞ്ചിൻ കവിളിലും ഈ സെയിം ടു സെയിം മേളിൽ കാണുന്ന സെയിം റെഡും കാർബൺ ഫൈബറിനെയും മിക്സ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ ഇപ്പോഴും സെയിം ടു സെയിം തന്നെയാണ്. ആ ഡ്യുവൽ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടുള്ള DTSI എഞ്ചിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുള്ള സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 149 cc ആണ് വണ്ടി വരുന്നത്. വാഹനത്തിൻ്റെ മാക്സിമം പവർ 14 bhp ആണ്. 13.8 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. 150 cc ആണെങ്കിൽ നിങ്ങൾക്കൊരു 45നും 50നും ഇടയിലുള്ള ഒരു നല്ലൊരു മൈലേജ് വണ്ടി ലഭിക്കുന്നുണ്ട്. കാർബറേറ്ററെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്, ഫ്യൂൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 5 സ്പീഡ് ഗിയറാണ്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഗിയർ സിസ്റ്റം എല്ലാം തന്നെ. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറും വരുന്നുണ്ട്. മെയിൻ സ്റ്റാൻഡ് വരുന്നുണ്ട്. അതുകൂടാതെ ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ റബ്ബർ മൗണ്ടറാണ്. പഴയ ഇതിന് മുന്നത്തെ മോഡലിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെയിൻ കവർ, ഓപ്പൺ ടൈപ്പ് ചെയിൻ കവർ വരുന്നുണ്ട്. പിന്നെ റിയർ സൈഡിൽ നൈട്രോക്സിൻ്റെ എൻഡ്യൂറൻസ് ബ്രാൻഡിൻ്റെ നൈട്രോക്സ് സസ്പെൻഷനാണ്, എയർ ഫിൽ സസ്പെൻഷനാണ് വരുന്നത്. അത് 5 പോയിന്റ് നമുക്ക് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. റിയർ ക്രാഷ് ഗാർഡ് എന്നല്ല പറയുക, സാരി ഗാർഡ് വരുന്നുണ്ട്. പക്ഷേ സാരി ഗാർഡിന് ഫുഡ് റെസ്റ്റ് വരുന്നില്ല. ഇനി നമുക്ക് എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് പോകുമ്പോൾ ആ സെയിം ടു സെയിം പഴയ ടെയിൽ ലാമ്പ് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. LED ടെയിൽ ലാംപ്സ് തന്നെ നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. റിയർ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും ഫ്രണ്ടിലെ പോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹാലജൻ ബൾബ് യൂസ് ചെയ്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നു. ബാക്ക് സൈഡിലെ ടയർ നല്ല വീതിയുള്ള ടയറാണ് കേട്ടോ. അതിൻ്റെ സൈസ് വരുന്നത് 120, കണ്ടില്ലേ, 120, 80, 17 വീതിയുള്ള MRFൻ്റെ ടയേഴ്സാണ് നമുക്ക് ഇപ്പോഴും കമ്പനി ലഭിക്കുന്നത്. റിയർ സൈഡും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നത്. 230 mm ആണ് റിയർ സൈഡ് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വരുന്നത്. ഇത് RLB സെൻസറിൻ്റെ ഇതാണ് കാണുന്നത്. ചെറിയ റിംഗ് ആണ് കേട്ടോ, അതല്ലാതെ ABSൻ്റെ അല്ല. റിയർ സൈഡ് സൈലൻസർ വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ളതാണ്. സീറ്റുകളുടെ ഗ്രാഫിക്സ് സെയിം ടു സെയിം ആണ്. പിന്നെ സൈഡ് കവർ ഇതിന് മുന്നത്തെ മോഡൽ നമുക്ക് മാറ്റ് ബ്ലാക്ക് ലഭിച്ചപ്പോൾ ഈ പ്രാവശ്യം കാർബൺ ഫൈബർ ഫിനിഷ് ആയിട്ടുള്ള സൈഡ് കവളുകളാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് ബ്രേക്ക് പെഡലും കാര്യങ്ങളെല്ലാം തന്നെ മാറി. കിക്കർ വരുന്നില്ല കേട്ടോ, ഈ മോഡലിന് കിക്കർ അവൈലബിൾ അല്ല. സെൽഫ് സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ. ഡ്യുവൽ സ്പാർക്ക് പ്ലഗ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്യുവൽ ഹോൺ വരുന്നുണ്ട്. DTSI ബാഡ്ജിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. മാറ്റം വന്നിരിക്കുന്നത് ഏകദേശം 9ഓളം മാറ്റങ്ങളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ അതുകൂടി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം കേട്ടോ. ഇതിന് മുന്നത്തെ മോഡലെ പോലെ തന്നെ ഇപ്പോഴും വണ്ടി സ്റ്റാർട്ടായി മാത്രമേ പാർക്ക് ലൈറ്റും ഹെഡ് ലൈറ്റും കത്തത്തുള്ളൂ കേട്ടോ. 2001 തൊട്ട് ഇന്ന് 2024 വരെ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്ന 150 cc നല്ലൊരു മെമ്പറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 160 ഇതിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. എക്സാക്റ്റ് കറക്റ്റ് റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഓൺ റോഡ് എക്സാക്റ്റ് പ്രൈസും പിന്നെ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ്, എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്, അതിനോട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു.